മച്ചന്മാരെ, മുട്ട മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു തീപ്പൊരി സ്പോട്ടിലാണ് നമ്മൾ വേട്ടയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ ചെറുമീനുകളും വരാലുകളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. എപ്പോൾ അമ്മ നമ്മുടെ ഫോലടിക്കുമെന്ന് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ പോച്ചയുടെ സമീപത്തൊക്കെയാണ് എറിയേണ്ടത്. സെൻട്രൽ ഭാഗത്തേക്കൊന്നും ചെറുമീൻ എറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മമാർ കൂടുതലും സൈഡിൽ, പുഴയുടെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ചെടിയും പോച്ചയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ കാശി തുടങ്ങിയിരിക്കുകയാണ്. തായ് ജംപ് ഫ്രോ ഇട്ടാണ് നമ്മൾ കാശി കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹുക്ക് പുറകിൽ ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഹുക്കപ്പായി കിട്ടാൻ എളുപ്പമായിരിക്കും. മുട്ടൻ ചെറുമീനാണ്. ഇതുപോലുള്ള കയവും വളവൊക്കെ കൂടിയ നമ്മുടെ പുഴയുടെ സമയത്തൊക്കെ വന്ന് നിൽക്കുക. അവന്മാർ നമ്മുടെ ഫ്രോഗിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിലെ പുറകെ കൂടിക്കോളും. ഇപ്പോൾ നമ്മൾ ബോട്ട് മാറ്റിക്കൊണ്ടിരിക്കരുത്. മാക്സിമം ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ കാശ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ സൈഡിൽ പോച്ച ഉണ്ടെങ്കിൽ കൂടുതലും ചാൻസ് ചെറുമീനുള്ള ആ പോച്ചയുടെ അകത്തുനിന്ന് കയറി വന്ന് അടിക്കാനായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ പോച്ചയുടെ സമയത്ത് തന്നെ എറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ചെറിയൊരു ലീഡർ ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മീൻ അടിച്ച് കഴിയുമ്പോൾ മീൻ ഓടുന്നത് നേരെ പോച്ചയുടെ അടിയിലേക്കായിരിക്കും. അപ്പോൾ വേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലീഡർ ലൈനൊന്നും ഇട്ടില്ലെങ്കിൽ സീനാണ്. തവളയുടെ ചാട്ടം കറക്റ്റായിട്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് ഈ തായ് ജംപ് ഫ്രോയുള്ളൊരു പ്രത്യേകതയാണ്. നമ്മൾ വെറുതെ ഇതങ്ങനെ റിട്രീവ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ചാടി ആക്ഷനിലാണ് വരിക. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കൊരു തവള ചാടി വരുമ്പോൾ തന്നെയാണ് മീനുകൾക്ക് ഫീലാവുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് സ്ട്രൈക്ക് കിട്ടുന്നത്. നമ്മൾ അടുത്ത കാശ് ചെയ്യുകയാണ്. മാക്സിമം നമ്മൾ രാവിലെ സമയത്ത് അതുപോലെ തന്നെ വൈകിട്ടൊക്കെയാണ് ഈ ചെറുമീനെ ടാർഗറ്റ് ചെയ്യാൻ ഏറ്റവും ഉചിതം. കാരണം വെയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കുറയും. അങ്ങനൊരു വിഷയമുണ്ട് ചെറുമീൻ്റെ കാര്യത്തിൽ. അത് നമ്മൾ അടുത്ത കാശ് ചെയ്യുകയാണ്. എന്തായാലും നമ്മൾ തവളയുടെ ചാട്ടം അത് വെള്ളത്തിൻ്റെ അടിയിൽ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. അതേസമയം നമ്മൾ വെറുതെ അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് എപ്പോഴെങ്കിലും സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ തായ് ജംപ് ഫ്രോ ഇട്ട് കാശ് ഇതുപോലുള്ള സ്പോട്ടുകളിൽ നമ്മൾ ഓപ്പൺ ഹുക്കുള്ള തായ് ജംപ് ഫ്രോകൾ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുക. കാരണം മറ്റുള്ള ഫ്രോകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ് ഇത്തരം സ്പോട്ടുകളിൽ. അത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ചെറിയൊരു ലീഡ് ലൈൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടതാണ്. ഇൻ കേസ് നമ്മൾ വല്ല വേരിൻ്റെ ഇടയിലൊക്കെ പോയി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടാൻ പാടില്ല. അപ്പോൾ ജസ്റ്റിനാണ് നമ്മുടെ ഫ്രോ ഇപ്പം മിസ്സാവായിരുന്നു. ആ ചെടിയായിട്ട് ഇപ്പോൾ കോൺടാക്റ്റ് വന്നിരുന്നെങ്കിൽ നമ്മുടെ ഫ്രോ അതിനകത്ത് ഉടക്കി പോകാനും ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മീനെ പിടിക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.